കൂട്ടുകാരെ നമസ്കാരം. നമ്മളിന്ന് കുറച്ച് പീച്ചിങ്ങയാണ് കറി വെക്കുന്നത്. അതിനായിട്ട് ഈ പീച്ചിങ്ങ എടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഈ ഞരമ്പ് കാണുന്ന മാത്രം മുറിച്ച് കളയാം. ഈ ഉള്ളിലുള്ള പച്ച കളയണ്ട. പീച്ചിങ്ങയിൽ ധാരാളം വിറ്റാമിൻ എ, ഫൈബർ, പൊട്ടാസ്യം എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആരോഗ്യപ്രദമായ ഒരു വെജിറ്റബിളാണിത്. ഈ നാര് നമുക്ക് കളയാം. ഇനി ഇതിനൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം. ഇതിന് കുട്ടിയായിട്ടൊന്ന് പീച്ചിങ്ങിൽ ഒരുപാട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പീച്ചിങ്ങ കഴിച്ചാൽ സഹായിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ പീച്ചിങ്ങൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഈ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പീച്ചിങ്ങയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുവഴി നമ്മുടെ രക്തസമ്മർദ്ദം ഉയരുന്നത് തടയാൻ സഹായിക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ അളവ് രക്തത്തിൽ ഉയരാതിരിക്കാൻ സഹായിക്കും. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം. ഈ പീച്ചിങ്ങയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം വെള്ളം പുറത്തോട്ട് വരും. ഈ പീച്ചിങ്ങ കറിക്ക് ഒരു